ഏക ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധനായ ദൈവത്തെ ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ആരാധിപ്പാനായി കർത്താവ് നൽകിയ സാവകാശത്തിനായി ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് സഭയുടെ അഭിഷിക്ത ദാസന്മാർ, പ്രിയ ശാമുവേൽ സി വർഗീസ് പാസ്റ്റർ, പ്രിയ ജോൺസൺ പാസ്റ്റർ, അവരുടെ കുടുംബങ്ങൾ, ഈ സഭയിൽ കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കൾ, ഞങ്ങളുടെ കസിന് പ്രിയ ജോസ്ന, പ്രിയ സുമോൻ, നിങ്ങളുടെ ചേർന്ന് ഞങ്ങൾക്കും ഇന്ന് കുടുംബമായിട്ട് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നൽകിയ അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. 10-20 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഫാദർ-ലോ കർത്താവിൻ്റെ ദാസനാണ്. അദ്ദേഹത്തോട് ചേർന്ന് പ്രിയ കർത്തൃദാസന്റെ ഭവനത്തിൽ വന്നത് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. അന്ന് അവിടെ വിശ്രമിപ്പാനും ദൈവം അവസരം നൽകിയത് ഈ സമയത്ത് ഓർക്കുന്നു. അതിനുശേഷം ഇന്നാണ് ഞങ്ങൾ ഇവിടെ കടന്നു വരുന്നത്. ഞാനും എൻ്റെ വൈഫ് ഒരു മെഡിക്കൽ ചെക്കപ്പിനായിട്ട് വെല്ലൂര് കടന്നു വന്നതാണ്. നാളെയാണ് അതിൻ്റെ ഡേറ്റ്. അപ്പം ഇന്ന് വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുവാൻ പ്രിയ ജോസ്ന മോള് പറഞ്ഞു ഇങ്ങനെ ഒരു അവസരമുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു ഡെഡിക്കേഷൻ സർവീസ് അതൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പ്രിയ ജോൺസൺ പാസ്റ്ററിനെ എനിക്ക് മുഖം നല്ലതായിട്ട് എനിക്ക് പരിചയമുണ്ടായിരുന്നു, പക്ഷെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ദൈവദാസൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞപ്പോഴാണ് ആ ശുശ്രൂഷയെക്കുറിച്ച് ഞാൻ ഓർക്കുന്നത്. അവരെ കുടുംബമായിട്ട് അന്ന് ആ മീറ്റിങ്ങിൽ കാണുവാനും ദൈവസഭയോട് ചേർന്ന് ദൈവവചനം പങ്കുവയ്ക്കുവാനും ഒക്കെ ദൈവാവസരം നൽകിയത് നന്ദിയോടെ ഓർക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവാവസരം നൽകിയത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. 2-3 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ സാക്ഷ്യം പറയട്ടെ. ഞാൻ ഒരു ഓർത്തഡോക്സ് കുടുംബത്തിലാണ് കോട്ടയത്ത് പുതുപ്പള്ളിയിൽ ജനിച്ചു വളർത്തപ്പെട്ടത്. 20-ാമത്തെ വയസ്സിൽ കോട്ടയം ബെസിലിയസ് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും പള്ളിയിൽ തന്നെ തുടർന്നു. എന്നാൽ ആ സമയത്ത് എൻ്റെ പിതാവ് ഒരു ഗവൺമെന്റ് സെർവൻ്റ് ആയിരുന്നു. താനും കോട്ടയത്ത് പല ദൈവവചന ശുശ്രൂഷകൾ കേൾക്കുമായിരുന്നു. എന്നാൽ ആ സമയത്താണ് പ്രിയ ജോസ്നമ്മയുടെ പപ്പായും മമ്മിയും, മോടെ മമ്മി പപ്പായുടെ ഫസ്റ്റ് കസിനാണ്. അങ്ങനെ അവർ എറണാകുളത്ത് നിന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരും, പപ്പായോട് ഈ കാര്യങ്ങൾ പറയും. അന്ന് എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. പല പ്രാവശ്യം പ്രിയ അച്ചുംചാനുമായിട്ട് ദൈവവചനം കൂടെയുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. എങ്കിലും പപ്പായ്ക്കും ദൈവം സത്യം മനസ്സിലാക്കി. അങ്ങനെ പപ്പ 1990 സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നു. ഞാൻ 92 സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നു. മണക്കാലയിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ കടന്നുപോയി. എന്നാൽ കർത്താവിൻ്റെ വേലയ്ക്കുള്ള ആഹ്വാനം ദൈവം തന്നതുകൊണ്ട് ഒഡീസയിലുള്ള ഒല്ലാർ ഗദബ് എന്ന് പറയുന്ന ഒരു ട്രൈബൽസിൻ്റെ ഇടയിൽ അവരുടെ ഭാഷയ്ക്ക് എഴുത്ത് രൂപമില്ല, അവരുടെ ഇടയിൽ ക്രിസ്തീയ വിശ്വാസികളില്ല, സുവിശേഷം പറയാൻ ആൾക്കാരില്ല. എന്നാൽ ദൈവം ഞങ്ങളെ കുടുംബമായിട്ട് അങ്ങോട്ട് അയച്ചു. മൂത്ത മോൾക്ക്, ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. മൂത്ത മോൾ ഇപ്പോൾ CMC ലുധിയാനയിൽ വർക്ക് ചെയ്യുന്നു. അന്ന് ആ കുഞ്ഞിന് 3 മാസം പ്രായമുള്ളൂ. ആ കുഞ്ഞുമായിട്ട് ഞങ്ങൾ ഒഡീസയിൽ കടന്നുപോയി. ആ ഭാഷ പഠിച്ചു, അതിൻ്റെ ലിപികൾ തയ്യാറാക്കി ആ ഭാഷയിലേക്ക് ദൈവത്തിൻ്റെ വചനം പരിഭാഷ ചെയ്യുവാൻ ദൈവം അവസരം തന്നു. സുവിശേഷം മറ്റൊരു ഫാമിലി, മണക്കാലിൽ തന്നെ പഠിച്ച മറ്റൊരു ഫാമിലിയും അവരുടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ കളക്റ്റീവായ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇന്ന് 500-ഓളം ക്രിസ്തീയ വിശ്വാസികൾ ദൈവത്തെ ആരാധിക്കുന്നു. ആ ഭാഷയിലേക്ക് ദൈവത്തിൻ്റെ വചനം സ്റ്റഡി ബൈബിളായിട്ട് കൊടുക്കുന്ന ശുശ്രൂഷയിലാണ്. അത് ഈ ജൂണിൽ പ്രിന്റിങ്ങിന് കൊടുക്കണം. അതിനുശേഷം ഞങ്ങൾ നാട്ടിൽ തിരിച്ചു വന്നു. മണക്കാല സെമിനാരിയിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയായിരുന്നു. എന്നാൽ വീണ്ടും ദൈവം ഒരു നിയോഗം തന്നതുകൊണ്ട് കഴിഞ്ഞ വർഷം ആരംഭത്തിൽ ഞങ്ങൾ വീണ്ടും ഞാനൊരു സഭയുടെ പാസ്റ്റർ ആയിരുന്നു. എന്നാൽ അതെല്ലാം വേണ്ടെന്ന് വെച്ച് വീണ്ടും ഒഡീസയ്ക്ക് പോകുവാൻ ദൈവം അവസരം നൽകി. എൻ്റെ വൈഫ് റൂബി, താനൊരു ദൈവദാസൻ്റെ മകളാണ്. ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. 2ാമത്തെ മകള് VITയിൽ പഠിക്കുന്നു. 3ാമതൊരു മോനുണ്ട്. മോൻ നാട്ടിൽ ഹോസ്റ്റലിൽ 11ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങളുടെ ഏക ആഗ്രഹം എന്ന് പറയുന്നത് ആ ഒല്ലാർ ഗദബ എന്ന് പറയുന്ന സമൂഹം മുഴുവൻ കർത്താവിനെ അറിയണം. അവർക്ക് നൽകുന്ന ദൈവത്തിൻ്റെ വചനം വായിച്ച് പഠിച്ച് അവർ ക്രിസ്തുവിൽ വളരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ ഓർക്കുമ്പോൾ
കൊല്ലാർ ഗദബ എന്ന് പറഞ്ഞ സമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ആ വാക്കിൽ ഞങ്ങളുടെ സാക്ഷ്യം ഞങ്ങൾ അവസാനിപ്പിക്കട്ടെ. കർത്താവ് എത്രയോ നല്ലവനാ. നമുക്ക് സ്നേഹിക്കുവാനും ആരാധിക്കുവാനും അനുഗമിക്കുവാനും ശുശ്രൂഷിപ്പാനും ഈ ലോകത്തിൽ യോഗ്യനായത് യേശുക്രിസ്തുവല്ലാതെ മറ്റാരുമില്ല എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അനുഭവമാണ്. ഈ വിശുദ്ധ ആലയം ഇത്ര മനോഹരമായി തീർക്കുവാൻ സർവശക്തനായ ദൈവം കൃപ നൽകിയത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനും നിങ്ങളോട് ചേർന്ന് സന്തോഷിക്കുന്നു. വളരെ ശീതീകരിച്ച നിലയിൽ, നല്ല നിലയിൽ റിനോവേറ്റ് ചെയ്ത ദൈവമക്കൾക്ക് കടന്നു വന്ന് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് ഒരു അവസരം നൽകിയല്ലോ. ഇതിനെ പ്രവർത്തിച്ച എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ അഭിനന്ദിക്കുന്നു. ഇത്രയ്ക്ക് സന്തോഷമായി ദൈവം തീർത്തതിൽ നമ്മുടെ രണ്ട് കരങ്ങളും ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ വിശുദ്ധ ആലയം നിറച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവമക്കൾ കടന്നു വരട്ടെ. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കട്ടെ. വിശുദ്ധ ആലയത്തിനകത്ത് ദൈവിക ശുശ്രൂഷകള്, പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങള്, രോഗസൗഖ്യങ്ങള്, ഭൂതശാന്തികള്, ദൈവവചനത്തിന്റെ വിടുതലുകള്, അതെല്ലാം ഈ സഭയിൽ നടക്കേണ്ടതിന് വിശ്വാസത്തോടെ നമുക്കൊരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. കർത്താവിന് സ്തോത്രം. കർത്താവ് അപ്രകാരം ചെയ്യുമാറാകട്ടെ. തുടർന്നുള്ള സമയം, ഒരല്പസമയം കർത്താവിന് ദാസൻ എനിക്ക് വളരെ കൂടുതൽ സമയം എനിക്ക് തന്നിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ ഞാൻ എൻ്റെ വാക്കിനെ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇതൊരു ഡെഡിക്കേഷൻ സർവീസ്. ഇന്നലെ വൈകിട്ട് എനിക്കൊരു ഇൻവിറ്റേഷൻ ലഭിച്ചു. ഈ ആലയത്തിന്റെ ഡെഡിക്കേഷൻ സർവീസ് ഉണ്ട്, പിന്നെ ഒരു പൈതലിന്റെ ഡെഡിക്കേഷൻ സർവീസ് ഉണ്ട്. അങ്ങനെ 2 ഇൻവിറ്റേഷൻ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ നാം എല്ലാവരും ഒരു പ്രതിഷ്ഠയുടെ, ഒരു സമർപ്പണത്തിന്റെ കോണ്ടെക്സ്റ്റിലാണ് ഇന്ന് പകല് ദൈവത്തെ ആരാധിക്കുന്നത്. അതുകൊണ്ട് അതിനോട് ചേർന്ന് എൻ്റെ ഹൃദയത്തിൽ ഇന്ന് രാവിലെ ദൈവവചനം ധ്യാനിച്ചപ്പോൾ ദൈവം തന്ന ഒരു ചിന്ത, ഒരു വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. Gospel according to John chapter 17 verse 19. For their sakes I sanctify myself, that they themselves also may be sanctified in truth. അവരിൽ വിശുദ്ധരാകേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാം ഇന്ന് വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുന്നത് ത്രിയേക ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാ. അവിടുന്ന് നമുക്ക് ചെയ്ത സകല നന്മകളെയും ഉപകാരങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനായിട്ടാണ്. അതിനപ്പുറമായിട്ട് ആ സർവശക്തനായ ദൈവത്തിന്റെ അതുല്യ സ്വഭാവങ്ങളും അതുല്യ ഗുണങ്ങളും ധ്യാനിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ബുദ്ധിയുള്ള ആരാധനയായി നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവാൻ വേണ്ടിയാണ് നാം ഇന്ന് പകല് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ നാം നമ്മെ തന്നെ ദൈവത്തിന് മുൻപാകെ ഒരു വിശുദ്ധ ആരാധനയായി, ഒരു ജീവനുള്ള ആരാധനയായി, ഒരു ദൈവത്തിന് പ്രസാദമുള്ള ഒരു ആരാധനയായിട്ട് നമ്മെ സമർപ്പിക്കുമ്പോൾ അവിടെ ഈ വിശുദ്ധ ആലയവും ദൈവസന്നിധിയിൽ പുതുതായി സമർപ്പിക്കപ്പെടുകയാണ്. ഇന്ന് പകല് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് സമർപ്പിക്കപ്പെടുകയാണ്. എന്താണ് യേശു കർത്താവ് ഇവിടെ പറഞ്ഞത്? നമുക്കറിയാം 4 സുവിശേഷങ്ങളാണ് പുതിയ നിയമത്തിലുള്ളത്. അതില് ആദ്യത്തെ 3 സുവിശേഷങ്ങളും സിനോപ്റ്റിക് ഗോസ്പൽസ്, സമവീക്ഷണ സുവിശേഷം എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം വളരെ വ്യത്യസ്തമായ
ഒരു സുവിശേഷമാണ്. ആദ്യത്തെ 3 സുവിശേഷങ്ങളിലും കർത്താവിൻ്റെ ഹ്രസ്വമായ പ്രാർത്ഥനകള് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു കുരുടനെ സൗഖ്യമാക്കുവാൻ കർത്താവ് പ്രാർത്ഥിച്ചു. മരിച്ചുപോയ ഒരുവനെ സൗഖ്യമാക്കുവാൻ, ഉയർപ്പിക്കുവാൻ കർത്താവ് പ്രാർത്ഥിച്ചു. രോദനത്തോടെ തന്റെ അടുക്കൽ വന്ന ഒരു സഹോദരിയുടെ മുൻപാകെ കർത്താവ് പ്രാർത്ഥിച്ചു. അതുമാത്രമല്ല, തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന താൻ പഠിപ്പിച്ചു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന്. എന്നാൽ ഇതൊക്കെ സമവീക്ഷണ സുവിശേഷങ്ങളിൽ കാണുമ്പോൾ ഒരധ്യായം മുഴുവൻ യേശുവിന്റെ പ്രാർത്ഥന കാണുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തെ വിളിക്കുന്നത് യേശുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന, ദ ഹൈ പ്രീസ്റ്റ്ലി പ്രേയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പിതാവിന്റെ മുൻപാകെ തൻ്റെ ജീവിതത്തിന്റെ ഒടുവിലത്തെ സമയത്തേക്ക് താൻ അടുത്തു വന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരെയൊക്കെ ഒന്ന് അടുത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടിയും അവരുടെ ശുശ്രൂഷയിൽ മുന്നോട്ട് വിശ്വാസത്തിലേക്ക് വരുന്ന സകല ദൈവ മക്കൾക്ക് വേണ്ടിയും യേശു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ 17-ാം അധ്യായം. ആ 17-ാം അധ്യായത്തില് പ്രധാനപ്പെട്ട 7-8 പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടിയാണ് യേശു പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അതിലോട്ടൊന്നും ഞാൻ പോകുവാനായിട്ട് ശ്രമിക്കാതെ നാം വായിച്ച ഈ വാക്യത്തിലേക്ക് വന്ന് എൻ്റെ വാക്കിനെ അവസാനിപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു കർത്താവിന്റെ 3.5 വർഷത്തെ ശുശ്രൂഷ അവസാനിക്കാൻ സമയമായി. താന് ഗാലിലയിൽ നിന്ന് യാത്ര ചെയ്ത് താൻ യെരുശലേമിലേക്ക് അടുത്ത് വരികയാണ്. ചില ദിവസങ്ങളുടെ കഴിയുമ്പോൾ യെരുശലേമിൽ താൻ പിടിക്കപ്പെടും. പീലാത്തോസിന് മുൻപാകെ താൻ വിസ്തരിക്കപ്പെടും. അത് കഴിഞ്ഞ് അവരെ ഗോൽഗോഥായുടെ മുകളിൽ അവനെ ക്രൂശിക്കും. അപ്പോൾ യേശുവിന്റെ മുൻപാകെ ഇനിയും ചില ദിവസങ്ങളുടെ മാത്രമേ അവന്റെ മുൻപാകെയുള്ളൂ. അവൻ മനസ്സുറപ്പിച്ച് ക്രൂശിന്റെ മുകളിൽ താൻ അനുഭവിക്കാൻ പോകുന്ന വേദനയെ കണ്ടുകൊണ്ട്, എന്നാൽ അതിനപ്പുറമായിട്ട് 3-ാമത്തെ ദിവസം മരിച്ചവരുടെ നിന്ന് ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുന്നതും കണ്ടുകൊണ്ട്, അതിനപ്പുറം 40 ദിവസത്തിന് ശേഷം പിതാവിന്റെ വലത്ത് ഭാഗത്തേക്ക് സ്വർഗാരോഹണം ചെയ്യുന്നതും, അതിനപ്പുറമായിട്ട് യുഗയുഗമായിട്ട് പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്ന് എനിക്കും നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നത് മുഴുവൻ താൻ കണ്ടുകൊണ്ട്, ഞാനത് പറയുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധി ആരാധനയ്ക്ക് നാം ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ ഭാരങ്ങളുമായി വന്നവര് കാണും. ഞങ്ങളൊരു മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അൺസർട്ടനിറ്റീസ് ഞങ്ങളുടെ മുൻപാകെയുണ്ട്. നിങ്ങളുടെ മുൻപാകെ ഒരുപക്ഷെ പ്രയാസങ്ങൾ കാണും, ദുഃഖങ്ങൾ കാണും, വേദനകൾ കാണും. എന്നാൽ നാം ആരാധിക്കുന്ന യേശു ആരെന്നറിയാമോ? നാം സേവിക്കുന്ന ദൈവപുത്രൻ ആരെന്നറിയാമോ? അവൻ നമ്മുടെ കണ്ണുനീര് കാണുന്നവനാണ്. അവൻ നമ്മുടെ വേദന അറിയുന്നവനാണ്. അവൻ നമ്മുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കുന്നവനാണ്. അവൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് എനിക്കും നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന ആ കർത്താവിന്റെ കരത്തിലേക്ക് പ്രിയ സഹോദര സഹോദരി, ഇന്ന് പകല് എന്നെയും നിന്നെയും സമർപ്പിച്ചു കൊടുത്താൽ അവൻ സകലതും നന്നായി ചെയ്യുന്നവനായതുകൊണ്ട് നാം കൊട്ട വിട്ട് ഒഴിഞ്ഞവരെ പോലെ, ഭാരം മാറിയവരെ പോലെ, ദുഃഖം മാറിയവരെ പോലെ, വേദന മാറിയവരെ പോലെ അവന്റെ സാമീപ്യം അനുഭവിച്ച, അവന്റെ സ്പർശനം അനുഭവിച്ച, അവന്റെ വിടുതൽ അനുഭവിച്ച സന്തോഷത്തോടെ ദൈവസന്നിധിയിലേക്ക് പോകുവാനായി. കാരണം 24/7 അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നവനാണ്. അപ്പോൾ ഇതെല്ലാം കർത്താവ് കണ്ടിട്ട് താൻ ഏറ്റവും ഒടുവിലായി താൻ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയല്ലേ ഒരു വാചകമാണ് നാം ഇവിടെ വായിച്ചത്. എന്താണ് കർത്താവ് പറഞ്ഞത്? For their sakes I sanctify myself. നിങ്ങൾ പദം ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ അവർക്ക് വേണ്ടി എന്നെ വിശുദ്ധീകരിക്കുന്നു.
നിങ്ങളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളും പഠിപ്പിക്കുന്നവരുമാണ്. വിശുദ്ധീകരിക്കുക എന്ന പദം അതൊരു കോസേറ്റീവ് യൂസേജ്. യേശു പറയുകയാണ്, ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. എന്താണ് പദത്തിന്റെ ശരിയായ അർത്ഥം? ഖദാഷ് എന്നതാണ് എബ്രായ പദം. ആ പദത്തിന്റെ അർത്ഥം ദൈവത്തിനു വേണ്ടി എന്നെ വേർതിരിക്കുന്നു. I set apart myself for God. ഈ പദത്തിൽ നിന്നാണ് പ്രതിഷ്ഠ എന്ന പദം ഉണ്ടായത്. ഈ പദത്തിൽ നിന്നാണ് സമർപ്പണം എന്ന പദം ഉണ്ടായത്. ഈ പദത്തിൽ നിന്നാണ് നാം പറയുന്ന ആലയ സമർപ്പണമോ ശിശുപ്രതിഷ്ഠയോ അല്ലെങ്കിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നതോ എല്ലാം കടന്നു വന്നത് ഖദാഷ് എന്ന എബ്രായ പദത്തിൽ നിന്നാണ്. യേശു പറയുകയാണ്, ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു, ഞാൻ എന്നെ തന്നെ ദൈവത്തിനായി വേർതിരിക്കുന്നു, ഞാൻ എന്നെ തന്നെ ദൈവത്തിന്റെ പർപ്പസിനായിട്ട് എന്നെ തന്നെ വേർതിരിക്കുന്നു. ഇത് പറയുമ്പോൾ 49-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പ്രവചന ആത്മാവിൽ പറഞ്ഞൊരു വചനം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരും. ത്രിയേക ദൈവത്തിന്റെ കൗൺസിലിനകത്ത് ലോകത്തിലെ ജനത്തെ പാപത്തിൽ നിന്ന് ഉദ്ധരിക്കുവാനായിട്ട് മരണമല്ലാതെ മാർഗമില്ല എന്ന് ന്യായപ്രമാണം പറയുമ്പോൾ ഇത് ഒരുവൻ വിളിച്ചു പറയുകയാണ്, പിതാവേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാനിതാ ഭൂമിയിലേക്ക് പോകുന്നു. ലോകസ്ഥാപനത്തിന് മുൻപ് ഒന്നുമില്ലാതിരുന്നപ്പോൾ യേശു വചനമായ ദൈവമായി കഴിഞ്ഞകാല നിത്യതയിൽ ആയിരുന്നപ്പോൾ അവിടുന്ന് തന്നെ തന്നെ വേർതിരിച്ചതാ. സ്തോത്രം. ഒന്ന് ശ്രദ്ധിക്കണേ, ഞാൻ വേർതിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിത്യതയുടെ തുടക്കത്തിൽ വചനമായ ദൈവം തന്നെ തന്നെ വിശുദ്ധീകരിച്ചത്, തന്നെ തന്നെ വേർതിരിച്ചത്, തന്നെ തന്നെ പ്രതിഷ്ഠിച്ചത്. ഇനിയും ആ വചനമായ ദൈവം ഗബ്രിയേൽ ദൂതന്റെ വാക്കിൽ കൂടെ വിശുദ്ധ മറിയയുടെ ചെവിയിലേക്ക് വന്നപ്പോൾ അവൾ പറഞ്ഞൊരു വചനമുണ്ട്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. അപ്പോൾ യേശുവിന്റെ ജനനത്തിൽ അവിടെ അവന്റെ മാതാവ് അവളെ പൂർണ്ണമായി ദൈവത്തിന്റെ മുൻപാകെ അർപ്പിച്ചതാണ്. ആ മാതാവിന്റെ കൂടെ 30 വർഷക്കാലം ഈ യേശു വളർന്നു. ഏറ്റവും ഒടുവില് യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴ് സ്നാനപ്പെടുവാനായിട്ട് ഗാലിലയിൽ നിന്ന് ജുഡയൻ വിൽഡർനെസ്സിലേക്ക് യേശു വന്നപ്പോൾ യോഹന്നാൻ പറഞ്ഞു, നോ നോ നോ, നീ എൻ്റെ അടുക്കൽ സ്നാനപ്പെടരുത്, ഞാനാണ് നിന്റെ അടുക്കൽ സ്നാനപ്പെടേണ്ടത്. അപ്പോൾ യേശു പറഞ്ഞ മറുപടി ഇതാണ്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം തന്നെ. യേശുവിന്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ അവൻ അവനെ തന്നെ ഒന്ന് സമർപ്പിച്ചതാണ്. പിന്നെ ഓരോ ദിവസത്തെയും ശുശ്രൂഷ കഴിയുമ്പോൾ യോഹന്നാൻ 6-നകത്ത് നാം വായിക്കുന്നത് പോലെ രാത്രി സമയത്ത് അവൻ മലയിലേക്ക് കടന്നുപോയി അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുന്നത്? പിതാവേ, അങ്ങ് എന്ത് ചെയ്യുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അത് എന്നിൽ കൂടെ അവിടുന്ന് ചെയ്യണമേ. അതുകൊണ്ട് യേശു പറഞ്ഞത്, പിതാവ് ചെയ്ത് കാണിക്കുന്നതല്ലാതെ ഒന്നും തന്നെ എനിക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. ഞാനൊരു ക്രോണോളജിക്കൽ ഓട്ടമാണ് നടത്തിയത്. യേശു ലോകത്തിലേക്ക് വരുന്നതിന് മുൻപ് അവനെ സമർപ്പിച്ചതാണ്. ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ അവനെ സമർപ്പിച്ചതാണ്. ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ അവനെ സമർപ്പിച്ചതാണ്. ഓരോ ദിവസത്തെയും ശുശ്രൂഷയുടെ വൈകുന്നേരത്ത് അവനെ സമർപ്പിച്ചതാണ്. എന്നാൽ ഇവിടെ ആ ശുശ്രൂഷയുടെ ഒടുവിലേക്ക് വന്നപ്പോൾ
ഇതാ വീണ്ടും പറയുന്നു, ഞാൻ എന്നെ വിശുദ്ധീകരിക്കുന്നു, ഞാൻ എന്നെ വേർതിരിക്കുന്നു. എന്തിനു വേണ്ടി? ഫോർ ദ സേക്ക് of my disciples, for the sake of all the believers who believe through the preaching of these disciples. ഈ ശിഷ്യന്മാർ പ്രസംഗിച്ച് കേൾക്കുന്നത് മുഖാന്തരം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഡെഡിക്കേഷൻ is an ongoing process. Dedication is not a one-time event. It's a continuous, ongoing process where you set apart your life for the purposes of God on a daily basis. ഇന്ന് പകല് നാം ഈ വിശുദ്ധ ആലയം കർത്താവിന്റെ ദാസന്മാർ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആലയത്തെ മാത്രമല്ല സമർപ്പിക്കുന്നത്. I am dedicating myself once again. You are dedicating your life once again. ഞാൻ ഉദാഹരണം പറഞ്ഞ് ഈ വാക്ക് അവസാനിപ്പിക്കാം. ഇന്ന് ലോകത്തിൽ ചലിക്കുന്ന എല്ലാ എഞ്ചിനും പ്രവർത്തിക്കുന്നത് ക്രൂഡ് ഓയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന അസംസ്കൃത വസ്തു. പക്ഷേ ഓരോ വസ്തുവിനെയും വീണ്ടും വീണ്ടും പ്യൂരിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഉപയോഗം വളരെ ശ്രേഷ്ഠമായിട്ട് മാറും. എന്താ പാസ്റ്റർ അങ്ങനെ പറഞ്ഞത്? വിശദീകരിക്കാം. ഗൾഫ് മേഖലകളിലെ, ആഫ്രിക്കൻ മേഖലകളിലെ സമുദ്രത്തിന്റെ അടിയിൽ നിന്നാണ് ഈ ക്രൂഡ് ഓയിൽ വേർതിരിച്ചെടുക്കുന്നത്. പക്ഷെ ഈ എടുക്കുന്ന ക്രൂഡ് ഓയിലിനെ ഒരു ഉപയോഗവുമില്ല. കാരണം അതിനകത്ത് വേർതിരിക്കേണ്ട ഒത്തിരി സാധനം അതിനകത്തുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? അവരാദ്യം അതിനെ ഒന്ന് പ്യൂരിഫൈ ചെയ്യും. പ്യൂരിഫൈ ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ സാധനമാണ് മണ്ണെണ്ണ എന്ന് പറയുന്നത്, കെറോസിൻ. ആ കെറോസിന് ഒരു ഉപയോഗമുണ്ടല്ലേ? പണ്ടൊക്കെ ഞങ്ങള് ഒഡീസയിൽ 5 വർഷം ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു. 5 വർഷവും മണ്ണെണ്ണ വിളക്കാണ് ഉപയോഗിച്ചത്. അതിന് വലിയ ഉപയോഗമുണ്ട്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു. അന്ന് വെളിച്ചം തരാനായിട്ട് മണ്ണെണ്ണ വിളക്കാണ് ഉപയോഗിച്ചത്. ആ മണ്ണെണ്ണ വിളക്കിൽ ഉപയോഗിക്കുന്നത് ഈ കെറോസിന്. പക്ഷേ ആ ക്രൂഡ് ഓയിലിനെ വീണ്ടും പ്യൂരിഫൈ ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് ഡീസൽ അഥവാ പെട്രോള്. ആ ഡീസലിനും പെട്രോളിനും കെറോസിനെക്കാട്ടിലും ഉപയോഗം കൂടി. ആ കൂടിയത് എന്തുകൊണ്ടാ? വീണ്ടും പ്യൂരിഫൈ ചെയ്തു, വീണ്ടും സാങ്ക്ടിഫൈ ചെയ്തു, വീണ്ടും കദാശ് അതിൽ സംഭവിച്ചു. അതിന്റെ ഉപയോഗം നമ്മൾ ബൈക്ക് ഉപയോഗിക്കുന്നു, കാർ ഉപയോഗിക്കുന്നു, മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കുന്നു. അതെല്ലാം ഡീസലും പെട്രോളുമാണ്. പക്ഷേ ഇവിടെയും തീർന്നില്ല. ഈ സാധനത്തെ വീണ്ടും പ്യൂരിഫൈ ചെയ്തെന്ന് വിചാരിച്ചു. വീണ്ടും ഇതിനെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വിശുദ്ധീകരിച്ചെന്ന് വിചാരിച്ചോ. അവിടെ ലഭിക്കുന്നത് ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ്. അത് ഉപയോഗിച്ചാണ് ഫ്ലൈറ്റുകൾ പ്രവർത്തിക്കുന്നത്. ഫ്ലൈറ്റുകൾ പ്രവർത്തിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത് കെറോസിന്റെ റൂട്ട് ഇന്ധനം തന്നെയാണ്. പക്ഷേ അത് കൂടുതൽ പ്യൂരിഫൈ ചെയ്തു, കൂടുതൽ നമ്മുടെ വചനഭാഷയിൽ കൂടുതൽ വിശുദ്ധീകരിച്ചു, നമ്മുടെ ചർച്ച് ലാംഗ്വേജിൽ കൂടുതൽ പ്രതിഷ്ഠിച്ചു, നമ്മൾ ഉപയോഗിക്കുന്ന സമർപ്പണ വാക്കിൽ കൂടുതൽ സമർപ്പിച്ചു. അതിന്റെ ഉപയോഗം ആകാശത്തുകൂടെ ഓടി നടക്കുന്ന ഫ്ലൈറ്റുകളെ ചലിപ്പിക്കുവാനിടയായി. അവിടെയും തീർന്നില്ല കേട്ടോ. ഈ ഇന്ധനത്തെ വീണ്ടും പ്യൂരിഫൈ ചെയ്താൽ അത് ലഭിക്കുന്നത് ഇവിടുന്ന് സോളാറിലേക്ക് അല്ലെങ്കിൽ ഇവിടുന്ന് ഭൗമമണ്ഡലത്തിലേക്ക് പോകുന്ന റോക്കറ്റ് ഉപയോഗിക്കുന്ന ഇന്ധനമായി.
നമ്മുടെ നാട്ടിലെ ശ്രീഹരക്കോട്ടയിൽ നിന്നും PSLV വിട്ടാൽ ആ PSLVക്ക് അത് ഉപയോഗിക്കുന്ന ഇന്ധനമെന്ന് പറയിച്ച് ഓരോ ഉപയോഗത്തിന്റെ തലത്തിന്, ഉപയോഗത്തിന്റെ റേഞ്ചിന് വ്യത്യാസമുണ്ടായി. യേശു പറയുകയാണ്, എന്റെ ജീവിതത്തിന്റെ അവസാന സമയമായി ഞാൻ ക്രൂശിലേക്ക് നടന്നെടുക്കുകയാണ്. ഞാൻ കഴിഞ്ഞകാല നിത്യതയിൽ എന്നെ സമർപ്പിച്ചതാണ്, എൻ്റെ ജനന സമയത്ത് സമർപ്പിച്ചതാണ്, എൻ്റെ ശുശ്രൂഷ തുടങ്ങിയ സമയത്ത് സമർപ്പിച്ചതാണ്, എൻ്റെ ശുശ്രൂഷയുടെ ഓരോ ദിവസവും ഞാൻ സമർപ്പിച്ചതാണ്. എന്നാൽ എൻ്റെ ശുശ്രൂഷയുടെ അവസാന സമയത്തേക്ക്, ഈ ലോകത്തിലെ ശുശ്രൂഷയുടെ അവസാന സമയത്തേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. ഇനിയും എൻ്റെ ശുശ്രൂഷ തുടരേണ്ടത് ഈ 12 അപ്പോസ്തലന്മാരിൽ കൂടിയാണ്. എൻ്റെ ശുശ്രൂഷ തുടങ്ങിയത് അവരിൽ കൂടെ വിശ്വാസത്തിലേക്ക് വന്ന ദൈവമക്കളിൽ കൂടിയാണ്. ഈ ഫിലദൽഫിയ ചർച്ചിലെ ദൈവമക്കളിൽ കൂടിയാണ്, ഒറീസയിലെ ദൈവമക്കളിൽ കൂടിയാണ്, കേരളത്തിലെ ദൈവമക്കളിൽ കൂടിയാണ്, ഈ അഭിഷിക്ത ദൈവദാസന്മാരിൽ കൂടിയാണ്, ഇവിടെ ആരാധിക്കുന്ന എന്നിൽ കൂടെ നിങ്ങളിൽ കൂടെയുമാണ്. അതിന്റെ എഫക്റ്റീവ്നെസ് വർദ്ധിക്കണമെങ്കിൽ ഡെഡിക്കേറ്റ് വൺസ് അഗൈൻ, ഒരിക്കൽ കൂടെ സമർപ്പിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് കെറോസിനായിട്ട് ഉപയോഗിക്കപ്പെടാനായിട്ടാണോ? അത്ര സമർപ്പിച്ചാൽ മതി. എന്നാൽ ഒരു ഡീസലായിട്ട്, ഒരു പെട്രോളായിട്ട് എനിക്ക് ഉപയോഗിക്കപ്പെടണം. ഡെഡിക്കേറ്റ് മോർ. എനിക്ക് ഫ്ലൈറ്റിൽ കൂടെ പോകുന്ന ആ എഞ്ചിൻ പ്രവർത്തിക്കുന്ന ഇന്ധനമാകണോ? ഡെഡിക്കേറ്റ് മോർ. അതിനപ്പുറമായിട്ട് ഈ ലോകത്ത് നിന്ന് അങ്ങേ ലോകത്തിലേക്ക് പോകുന്ന റോക്കറ്റിന്റെ എഞ്ചിൻ പ്രവർത്തിക്കുന്ന ഇന്ധനമായി മാറണമോ? ഡെഡിക്കേറ്റ് മോർ. എന്റെ വാക്കിനെ അവസാനിപ്പിക്കട്ടെ. ഈ വിശുദ്ധ ആലയം ദൈവസന്നിധിയിലേക്ക് കർത്താവിന്റെ ദാസന്മാർക്ക് നൽകിയ നിയോഗം അനുസരിച്ച് അവർ ചെയ്യുമ്പോൾ, ഞാനും നിങ്ങളും വിശുദ്ധ ആലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ യേശു പറഞ്ഞ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടി വരട്ടെ. ഫോർ ദ സേക്ക് ഓഫ് അതേഴ്സ് ഐ സാങ്ക്ടിഫൈ മൈസെൽഫ്. യേശു കർത്താവിന് ഒരു പാപവുമില്ലാത്ത പരിശുദ്ധനായ പ്രിയ സഹോദരൻ എത്ര മനോഹരമായിട്ടാണ് വർഷിപ്പ് ലീഡ് ചെയ്തത്. അവർ പാടിയ പാട്ടിന്റെ ഒരു വചനം ഇങ്ങനെയില്ലേ? സർവാംഗ സുന്ദരൻ. ആ യേശു കർത്താവിന്റെ മുൻപാകെ എന്നെയും എനിക്കുള്ളതിനെയും മുഴുവനും ഞാനിതാ ഏൽപ്പിച്ചു തരുന്നു. ആ യേശു കർത്താവ് അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഇന്ന് ലോകം മുഴുവൻ the power of the gospel, the power of God's love, അത് ട്രമൻഡസ് ആയിട്ട് ആയിരങ്ങളെ കർത്താവിന്റെ കൃപയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. നമുക്ക് കർത്താവിന്റെ മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ആ യേശുവിന്റെ പുറകെ ജീവിതത്തിന്റെ അവസാനം വരെയും വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, സമർപ്പണത്തോടെ മുന്നോട്ട് നീങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം തന്ന